ഈ ഒരു മൂവിയിൽ നമ്മുടെ റൊമാൻസിൽ ചേട്ടന്റെ ക്യാരക്ടർ സ്കെച്ച് എങ്ങനെയാ പോണത്? ഞാൻ ഷിൻഡോ ആണ്, ബിൻഡോയുടെ ചേട്ടനാണ്. ഷിൻഡോയും ബിൻഡോയും ആണ് ഈ ബ്രദേഴ്സ് ഇതിനകത്ത് മെയിൻ. അപ്പൊ ഈ ട്രെയിലറിൽ കണ്ട പോലെ ഷിൻഡോ ഒരു പോയിന്റിൽ മിസ്സാവുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കൂട്ടം ഫ്രണ്ട്സ് ഇറങ്ങി പുറപ്പെടുകയും അതിൽ എന്തൊക്കെ അവര് തമ്മിൽ ഒരു റൊമാൻസ് സംഭവിക്കുന്നുണ്ട്. അങ്ങനത്തെ ഒരു പരിപാടിയാണ്. ഓക്കെ, മഹിമ ചേച്ചി പെട്ടെന്ന് ഈ ഒരു സംഭവം കേട്ട് ചേച്ചിയുടെ അടുത്തൊരു ഓഫർ വന്ന സമയത്ത് തന്നെ ചാടിക്കേറി എസ് പറഞ്ഞായിരുന്നു. കാരണം ഈ ഓപ്പർച്യൂണിറ്റി വേറെ ആർക്കും പോകണ്ട, അല്ലെങ്കിൽ ഇതെനിക്ക് ചെയ്യണം എന്നുള്ള സംഭവം അത്രയ്ക്ക് എക്സൈറ്റിംഗ് ആയിട്ട് ചേച്ചിക്ക് എന്താ ഈ ഒരു സ്ക്രിപ്റ്റിൽ തോന്നിയത്, അല്ലെങ്കിൽ ചേച്ചിക്ക് ചെയ്യാനുണ്ട് എന്നുള്ള സംഭവം തോന്നിയത് എന്തായിരുന്നു? ഇല്ല, എനിക്കിതിന്റെ ആകെ മൊത്തം ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു. എന്റെ ക്യാരക്ടർ എന്നുള്ളതല്ല, നമുക്ക് ആദ്യം ഒരു സബ്ജക്ട് കേൾക്കുമ്പോൾ നമ്മുടെ ഒരു ഐഡിയ ഉണ്ടാവുമല്ലോ, ഒരു ഇൻസ്റ്റന്റ് ഐഡിയ. എങ്ങനെ ഒരു ഓഡിയൻസ് എന്നുള്ള പോയിന്റ് ഓഫ് വ്യൂ ചിന്തിക്കുമ്പോൾ ഈ സിനിമ ഇഷ്ടപ്പെടുവോ അല്ലെങ്കിൽ ഓഡിയൻസിന് ഇഷ്ടപ്പെടുവോ എന്നുള്ള നമ്മുടെ ഒരു ജഡ്ജ്മെന്റ് ഉണ്ടാവുമല്ലോ. അപ്പൊ എനിക്കിത് കഥ ADG ആദ്യം പറഞ്ഞു കേട്ടപ്പോ തന്നെ ഓഡിയൻസ് എന്നുള്ള രീതിയിൽ എനിക്കിത് വർക്കായി. ഞാൻ ഇതിന്റെ ട്രെയിലറോ അല്ലെങ്കിൽ ഇതിന്റെ എന്തെങ്കിലും ഒരു സംഭവം പുറത്തു വരുമ്പോ എനിക്കിത് തിയേറ്ററിൽ പോയി കാണണം എന്നുള്ള ഒരു ആഗ്രഹം എനിക്ക് തോന്നും എന്ന് എനിക്ക് മനസ്സിലായി. അപ്പൊ അങ്ങനെയുള്ള സിനിമയുടെ ഭാഗമാവാൻ നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടാവുമല്ലോ. അപ്പൊ പിന്നെ മാത്രമല്ല, ഞാൻ കാസ്റ്റിന്റെ കാര്യമാണെങ്കിലും ടെക്നീഷ്യൻസിന്റെ കാര്യമാണെങ്കിലും എല്ലാം പറഞ്ഞു കേട്ടപ്പോ ആകെ മൊത്തം ഒരു പാക്കേജ് ആയിട്ട് തോന്നി എനിക്ക് സിനിമ. അപ്പൊ അങ്ങനെയാണ് ഞാൻ ഇമ്മീഡിയറ്റ്ലി യെസ് പറയുന്നത്. മഹിമ ചേച്ചിയും പറഞ്ഞു, അതുപോലെ അർജുൻ ചേട്ടനും ഞാൻ എവിടെ പറയണ കേട്ടായിരുന്നു. അതായത് നിങ്ങൾ ഒന്ന് ജെല്ലായി വരാനായിട്ട് ഒരു 4-5 days എടുത്തു. പക്ഷെ നിങ്ങൾ ഇപ്പൊ കാണുമ്പോൾ എനിക്ക് തോന്നുന്നു എല്ലാരും ഒരേ വൈബാണ്, എല്ലാരും ഒരേ എനർജിയാണ്. അപ്പൊ എന്താ അത്ര ടൈം എടുത്തേ? അല്ല, നമ്മള് പുതിയതായിട്ട് ഇങ്ങനെ ആയി പോയി. അത് ശരിയാട്ടാ. അല്ല, നമുക്ക് പെട്ടെന്ന് ഒരാളെ കണ്ടോണ്ട് അതല്ല, ഞാൻ ചേട്ടൻ പറഞ്ഞ പെർസ്പെക്ടീവില് അല്ല, ചിന്തിക്കാൻ പാടില്ല. ആ പെർസ്പെക്ടീവ് ഞാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്താണ് പെർസ്പെക്ടീവ്? അല്ല, ചേട്ടൻ പറഞ്ഞു ടൈം എടുത്ത് ജെല്ലായതുകൊണ്ടാണ് ഇപ്പൊ ഇങ്ങനെ ആയെന്നുള്ള സംഭവം. സാധാരണ എല്ലാരും പെട്ടെന്ന് ജെല്ലാവുകയും ചെയ്യും, അത് അതുപോലെ തന്നെ പോയി. അല്ല, നമ്മള് ഷൂട്ട് ചെയ്യുന്ന ഇങ്ങനെ അല്ലല്ലോ, നമ്മള് വർക്ക് ആണല്ലോ നമ്മുടെ പ്രയോറിറ്റി. അപ്പൊ നമുക്ക് സീൻ ചിന്തിക്കണം, ഡയലോഗ് ചിന്തിക്കണം. അപ്പൊ നമുക്ക് അവിടെ ഇങ്ങനെ ചില്ല് ചെയ്ത് ഇങ്ങനെ അടിച്ചു പൊളിച്ച് എന്തെങ്കിലുമൊക്കെ പറഞ്ഞിരിക്കാനുള്ള ഒരു സ്പേസ് നമുക്കില്ല. ഞങ്ങൾ എല്ലാവരുടെയും കൂടി ഇപ്പൊ ട്രെയിലറിലൊക്കെ ഉള്ള ഒരു ഷോട്ട് ഉണ്ട്. മറ്റേ ഞാൻ വന്ന വീണ ഷോട്ട് ട്രെയിലറിലില്ലേ, ഒരു കാർ ഓടിക്കൊണ്ടിരിക്കുമ്പോ ഫ്രണ്ടിലോട്ട് വീണ ഷോട്ട്. അപ്പൊ അതിന് എല്ലാവരും കൂടി ഞങ്ങൾ ഒരു കോമ്പിനേഷൻ സീക്വൻസ് ഉണ്ടായിരുന്നു. ഞങ്ങൾ 4 പേരൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ആ സീൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴേ നമ്മൾക്ക് തന്നെ മനസ്സിലാവേണ്ട എനർജി മാറുന്നതും അങ്ങോട്ടും ഇങ്ങോട്ടും പയ്യെ കളി, ആ ഒരു കംഫർട്ട് സോൺ, ഐ മീൻ അല്ലെ, ലിമിറ്റ് ഒക്കെ പയ്യെ ബ്രേക്ക് ചെയ്ത് തുടങ്ങുന്നത് മനസ്സിലുണ്ട്. അങ്ങനെ പയ്യെ കളിയാക്കലുകളൊക്കെ തുടങ്ങുന്ന ഒരു സമയമുണ്ടല്ലോ, അങ്ങനെ മനസ്സിലായി. അപ്പൊ കംഫർട്ടബിൾ ആയി തുടങ്ങി. ഞങ്ങളുടെ ഗ്യാങ്ങിൽ ഒരാളുണ്ട്, പിന്നെ ഒരാളും കൂടെ ഉണ്ട്, ഷാജോൻ ചേട്ടൻ. ഞങ്ങളെ പോലെ തന്നെ അംബരീഷ് ഉണ്ട്. അപ്പൊ ഞങ്ങള് ഒരു പോയിന്റിന് ശേഷം പിന്നെ ഭയങ്കര രസമാണ്, സീക്വൻസസ് ആയാലും എല്ലാം ഭയങ്കര രസം. ഞങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പൊ അങ്ങനെ ഈ സ്ഥലങ്ങളിലൊക്കെ ഷൂട്ട് ചെയ്യുന്ന സമയം ഞങ്ങൾ ഷൂട്ട് കഴിഞ്ഞ് വൈകുന്നേരം പുറത്തു പോകും. രാവിലെ ഞങ്ങൾ ട്രാവൽ ഫ്ലവേഴ്സിൽ 2 പുതിയ പരമ്പരകൾ. വീട്ടിലെ വിളക്ക് എല്ലാ ദിവസവും രാത്രി 8:30 ഫ്ലവേഴ്സിൽ. മഹാലക്ഷ്മി എല്ലാ ദിവസവും രാത്രി 9 മണിക്ക് ഫ്ലവേഴ്സിൽ.